ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതാണ്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകൾ, സാമൂഹ്യ വികാസം, ദാരിദ്ര്യ ലഘൂകരണം, അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായുള്ള പ്രവർത്തനം, വ്യവസായ സൗഹൃദ അന്തരീക്ഷം, ഇതിലെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം. അപ്പോൾ ഇനി ഏത് മേഖലയിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പത്രക്കാരാണല്ലോ ചോദിക്കണം. എന്താണത് പറയാതിരിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. വികസന മുന്നേറ്റ ജാഥ 31 മണ്ഡലങ്ങൾ പിന്നിട്ട് ഇനി 32ാമത്തെ കേന്ദ്രത്തിലേക്കാണ് ഇന്ന് രാവിലെ ഞങ്ങൾ പോകാൻ പോകുന്നത്. ഉദ്ഘാടനം മുതൽ ഇതുവരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള വലിയ സ്വീകരണ പരിപാടികളാണ് ജനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ബോധപൂർവമാണ് ജനങ്ങൾ എന്ന് പറഞ്ഞത്. സാധാരണ സംഘാടകർ ഒരുക്കിയിട്ടുള്ളതാണെന്നുള്ളത് പറയാം. സംഘാടകർ ഒരുക്കിയതിനേക്കാളും വലിയ ജനകീയ മുന്നേറ്റമാണ്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് എല്ലാ കേന്ദ്രത്തിലും ഒരു കേന്ദ്രം ഒഴിയാതെ ഒഴുകിയെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ടാണ് ജാഥ വിലയിരുത്തുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥയും ഞങ്ങളുടെ പിന്നിൽ തന്നെയുണ്ട്. അവർ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. അവരെല്ലാം കൂടി ചേർന്ന് ഒരു വർത്തമാനം പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതാണ്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകൾ, സാമൂഹ്യ വികാസം, ദാരിദ്ര്യ ലഘൂകരണം, അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായുള്ള പ്രവർത്തനം, വ്യവസായ സൗഹൃദ അന്തരീക്ഷം, ഇതിലെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം. അപ്പോൾ ഇനി ഏത് മേഖലയിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പത്രക്കാരാണല്ലോ ചോദിക്കണം. എന്താണത് പറയാതിരിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അത് പറയാൻ പുറപ്പെട്ടാൽ കേരളത്തിന്റെ വികസനം പറയേണ്ടി വരും. അവരുടെ ജാഥയിൽ ഇല്ലാത്തൊരു അജണ്ടയാണ് കേരളത്തിന്റെ വികസനം. വികസനം എന്ന് പറയുന്ന ആ 3 അക്ഷരത്തോട് വലിയ വിരോധമാണ് പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് അത് പറയാതെ അതെന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പറയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നു. ഏത് സ്ഥാനത്തേക്കാണ് എത്തിക്കുക എന്നുള്ള സാധനം വ്യക്തത വേണം. കാരണം വർഗീയ ശക്തികളുമായി ചേർന്നാണല്ലോ, 2 ശക്തികളുമായിട്ടാണ്. OLB ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് സതീശൻ എന്ന് ഞാൻ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതല്ല, അല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞു. മറ്റത്തൂർ ഇപ്പോഴും, തൃശ്ശൂരിലെ മറ്റത്തൂരിൽ ഇപ്പോഴും BJP കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ അതേപോലെ തുടരുകയാണ്. കുമരകത്തും അതുപോലെ തന്നെയാണ്. നിരവധി പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 41 സീറ്റിൽ BJP ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് കൂടി ഉപയോഗിച്ചിട്ടാണ്. 41-ലും 1000-ൽ കുറവായിരുന്നു അവർക്ക് കിട്ടിയ വോട്ട്. അവർ തമ്മിലുള്ള അന്തർധാരയാണ്. ഈ അന്തർധാര തുടരുമ്പോഴാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി BJP CPM കൂട്ടുകെട്ടാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കള്ളം പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം. ഇപ്പം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ കേരളത്തെ ഒന്നാമതാക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ വർഗീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അപകടമാണ് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും കോൺഗ്രസിന് പ്രത്യേകിച്ച് പറയാനില്ല എന്നുള്ളതാണ് കാര്യം.